എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു കൂട്ടക്കുരുതിക്കാണ് T20 ഇന്ത്യ-പാകിസ്ഥാൻ ഈ പോരാട്ടം സാക്ഷ്യം വഹിച്ചത്. കാരണം പാകിസ്ഥാൻ എന്ന ബദ്ധവൈരികളെ അക്ഷരാർത്ഥത്തിൽ പിച്ചിച്ചീന്തുന്ന ഇന്ത്യൻ യുവനിരയുടെ സംഹാര താണ്ഡവമാണ് നമ്മളവിടെ കണ്ടത്. സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ, ഇഷാൻ കിഷൻ എന്നീ 3 പേരുകൾ കേൾക്കുമ്പോൾ തന്നെ ഇനി പാകിസ്ഥാൻ ബൌളർമാരുടെ ഉറക്കം കെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ടോസ് മുതൽ തന്നെ നാടകീയത നിറഞ്ഞ മത്സരത്തിൽ നാണയം വായുവിലേക്കെറിഞ്ഞത് പാക് നായകനാണെങ്കിലും ഭാഗ്യം കടാക്ഷിച്ചത് ഇന്ത്യയുടെ സ്വന്തം സൂര്യകുമാർ യാദവിനെ ആയിരുന്നു. ഒട്ടും മടിക്കാതെ അദ്ദേഹം ബൌളിംഗ് തെരഞ്ഞെടുത്തു. തുടക്കത്തിൽ ഇന്ത്യയെ ഒന്ന് ഞെട്ടിച്ചുകൊണ്ട് പാക് ഓപ്പണർമാരായ സയീം അയ്യൂബും സാഹിബ്സാദ ഫർഹാനും ചേർന്ന് ആദ്യം 3 ഓവറിൽ തന്നെ 31 റൺസ് അടിച്ചുകൂട്ടി അതിഗംഭീരമായൊരു തുടക്കം അവർക്ക് നൽകി. സയീം അയ്യൂബിന്റെ ബാറ്റിൽ നിന്നും തീ പാറുന്ന ബൗണ്ടറികൾ പിറന്നപ്പോൾ പാക് ആരാധകർ ആവേശത്തിലായിരുന്നു. എന്നാൽ ഗ്ലൗസ് അണിഞ്ഞ് വിക്കറ്റിനു പിന്നിൽ ഒരു കടുവയെപ്പോലെ പതിയിരുന്ന മലയാളികളുടെ സ്വന്തം അഭിമാനം സഞ്ജു സാംസന്റെ സാന്നിധ്യം പാകിസ്ഥാൻ ബാറ്റർമാരുടെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ടിരുന്നു. വിക്കറ്റിനു പിന്നിൽ നിന്നുകൊണ്ട് ബൌളർമാർക്ക് സഞ്ജു നൽകിയ കൃത്യമായ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിന്റെ മിന്നൽ വേഗത്തിലുള്ള നീക്കങ്ങളും മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതായിരുന്നു. 4-ാം ഓവറിൽ പന്തുമായി എത്തിയ അർഷദീപ് സിംഗിന്റെ ഒരു മാന്ത്രിക ഡെലിവറിയിൽ അക്സർ പട്ടേലിന്റെ കൈകളിൽ അവസാനിച്ച 17 റൺസ് എടുത്ത അയ്യൂബിന്റെ ഇന്നിംഗ്സോടെ ഇന്ത്യ വമ്പൻ തിരിച്ചുവരവ് നടത്തി. സഞ്ജുവിന്റെയും സൂര്യയുടെയും തന്ത്രങ്ങൾക്ക് മുന്നിൽ പകച്ചുപോയ പാക് നായകൻ സൽമാൻ അലി ആഘ വരുൺ ചക്രവർത്തിയുടെ പന്തിൽ വലിയൊരു ഷോട്ടിന് ശ്രമിച്ച് ശിവം ദുബെയുടെ വിശ്വസ്തമായ കരങ്ങളിൽ ഒതുങ്ങിയതോടെ പാകിസ്ഥാൻ ശരിക്കും വിയർത്തു. പിന്നീട് ക്രീസിലൊന്നിച്ച സാഹിബ്സാദ ഫർഹാനും സാക്ഷാൽ ബാബർ അസമും ചേർന്ന് പതിയെങ്കിലും 50 റൺസിന്റെ ഒരു കൂട്ടുകെട്ട് പടുത്തുയർത്തിയപ്പോൾ പാകിസ്ഥാൻ വീണ്ടും വലിയൊരു സ്കോറിലേക്ക് കുതിക്കുമെന്ന് ഏവരും കരുതി. ഗാലറിയെ ആവേശത്തിലാക്കി ഫർഹാൻ തകർപ്പൻ ഫോമിൽ കളിക്കുന്നതിനിടയിലാണ് ഹാർദിക് പാണ്ഡ്യ എന്ന വജ്രായുധം ഇന്ത്യയ്ക്കായി അവതരിക്കുന്നത്. 49 റൺസിൽ നിൽക്കെ ഫർഹാനെ പാണ്ഡ്യ പവലിയനിലേക്ക് പറഞ്ഞയച്ചതോടെ പാകിസ്ഥാന്റെ പതനം പൂർണ്ണമായി. 26 റൺസ് എടുത്ത ഷതാബ് ഖാനും ഒരുപാട് നേരം പൊരുതി നോക്കിയിട്ടും വെറും 7 റൺസ് മാത്രം നേടാനായ ബാബർ അസമും പെട്ടെന്ന് മടങ്ങിയതോടെ 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എന്ന സ്കോറിൽ പാകിസ്ഥാൻ ഒതുങ്ങി. എന്നാൽ 162 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ഇന്ത്യ സൃഷ്ടിച്ചത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വെടിക്കെട്ടാണ്. ആദ്യ ഓവർ എറിയാൻ വന്ന പാകിസ്ഥാന്റെ കുന്തമുന ഷഹീൻ അഫ്രീദിയുടെ ആദ്യ പന്തു തന്നെ അതിർത്തി കടത്തിക്കൊണ്ട് സിക്സറിലൂടെയാണ് സഞ്ജു ഇന്ത്യയുടെ അക്കൗണ്ട് തുറന്നത്. അതേ ഓവറിൽ തന്നെ എക്സ്ട്രാ കവറിന് മുകളിലൂടെ മറ്റൊരു പടുകൂറ്റൻ ഷോട്ട് കൂടി പിറന്നു. 2-ാം ഓവറിൽ സയീം അയ്യൂബ് പന്തെടുത്തപ്പോൾ ഇഷാൻ കിഷൻ എന്ന കൊടുങ്കാറ്റാണ് അഞ്ഞുവീശിയത്. സ്ക്വയർ ലെഗിന് മുകളിലൂടെ ആദ്യ പന്തിൽ സിക്സർ, തൊട്ടു പിന്നാലെ ലോങ് ഓണിന് മുകളിലൂടെ രണ്ടാമത്തെ സിക്സർ. 3-ാം പന്തിലും സ്ക്വയർ ലെഗിന് മുകളിലൂടെ പന്ത് ഗാലറിയിലെത്തിയതോടെ തുടർച്ചയായ 3 സിക്സറുകൾ നേടി ഇഷാൻ പാക് നിരയുടെ നടുവടിച്ചു. 3-ാം ഓവറിലും ലോങ് ഓഫിലൂടെയും എക്സ്ട്രാ കവറിലൂടെയും സഞ്ജു ബൗണ്ടറികൾ മഴ പോലെ പെയ്യിച്ചപ്പോൾ വെറും 3 ഓവറിൽ ഇന്ത്യ 50 റൺസ് പിന്നിട്ടിരുന്നു. 4-ാം ഓവറിൽ മുഹമ്മദ് നവാസിനെതിരെ ഇഷാൻ കിഷൻ വീണ്ടും സ്റ്റാൻഡിലേക്ക് പന്തു പറത്തിയതോടെ ഇന്ത്യ 67 റൺസിലെത്തി. ഒടുവിൽ അബ്രാർ അഹമ്മദിന്റെ പന്തിൽ ഷഹീൻ അഫ്രീദിക്ക് ക്യാച്ച് നൽകി 39 റൺസ് എടുത്ത സഞ്ജു മടങ്ങുമ്പോൾ പാകിസ്ഥാൻ അല്പം ഒന്ന് ആശ്വസിച്ചെങ്കിലും പകരം വന്ന സാക്ഷാൽ സൂര്യകുമാർ യാദവ് താരീഖിന്റെ പന്തിൽ ഒരു കൂറ്റൻ സിക്സറും അതിമനോഹരമായ ഒരു സ്വീപ് ഷോട്ടിലൂടെ ബൗണ്ടറിയും നേടിയതോടെ അവരുടെ സകല പ്രതീക്ഷകളും അസ്തമിച്ചു. 5 ഓവറിൽ 80 റൺസ് നേടിയ ഇന്ത്യ പവർ പ്ലേയുടെ അവസാന ഓവറിൽ ഇഷാൻ കിഷന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ഫ്ലിക് സിക്സറുകളോടെ 6 ഓവറിൽ 199 റൺസ് എന്ന അവിശ്വസനീയമായ സ്കോറിലെത്തി. ഈ സമയത്ത് പാക് താരങ്ങളുടെ മുഖത്തെ ഭയം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നു. വെറും 15 പന്തുകളിൽ തന്റെ 7ാമത്തെ ബൗണ്ടറിയോടെ ഇഷാൻ കിഷൻ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയപ്പോൾ പാകിസ്ഥാൻ ശരിക്കും ഞെട്ടിത്തരിച്ചുപോയി. 7-ാം ഓവറിൽ സൂര്യകുമാർ യാദവ് വീണ്ടും തകർത്തടിച്ചതോടെ 115 റൺസിലേക്കും 8-ാം ഓവറിൽ ഇഷാനും സൂര്യയും വീണ്ടും സിക്സറുകൾ പറത്തിയതോടെ 128 റൺസിലേക്കും ഇന്ത്യ കുതിച്ചു. 9-ാം ഓവറിൽ സ്ക്വയർ ലെഗിന് മുകളിലൂടെ സൂര്യകുമാർ യാദവ് മറ്റൊരു സിക്സറും ബൗണ്ടറിയും നേടിയതോടെ സ്കോർ 145-ലെത്തി. ഇനി 11 ഓവറിൽ വെറും 16 റൺസ് മാത്രം മതിയായിരുന്നു ഇന്ത്യക്ക് ജയിക്കാൻ. തന്ത്രങ്ങൾ മെനയാൻ പാക് കോച്ച് മൈതാനത്തേക്ക് ഓടിയെത്തിയെങ്കിലും അതൊന്നും ഇന്ത്യയുടെ മുന്നിൽ വിലപോയില്ല. 10-ാം ഓവർ എറിയാനെത്തിയ അബ്രാർ അഹമ്മദിന്റെ ആദ്യ പന്തിൽ തന്നെ കിടിലനൊരു ഷോട്ടിലൂടെ ഇഷാൻ കിഷൻ വിജയ റൺസ് കുറിച്ചപ്പോൾ 61 പന്തുകൾ ബാക്കി നിൽക്കെ വെറും 9.5 ഓവറിൽ 162 റൺസ് അടിച്ചു ചേർത്ത് 9 വിക്കറ്റിന്റെ ഒരു ഐതിഹാസിക വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. പാക് ബൌളർമാരെ അക്ഷരാർത്ഥത്തിൽ ഗ്രൗണ്ടിലിട്ട് ഓടിച്ചിട്ടടിച്ച സഞ്ജുവും ഇഷാൻ കിഷനും കൂട്ടരും തകർത്താടിയപ്പോൾ ഈ പ്രാക്ടീസ് മാച്ചിലെ വിജയം അങ്ങ് ചരിത്രമായി. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു സാധാരണ പ്രാക്ടീസ് മാച്ചിൽ തന്നെ പാകിസ്ഥാനെ നമ്മുടെ പിള്ളേരിങ്ങനെ പണിക്കിട്ടെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന യഥാർത്ഥ ലോകകപ്പ് പോരാട്ടത്തിൽ അവർ എങ്ങനെയായിരിക്കും അഴിഞ്ഞാടുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. എന്തായാലും പാകിസ്ഥാനെതിരെ നേടിയ ഈ ഐതിഹാസിക വിജയം വെറും ഒരു തുടക്കം മാത്രമാണ്. ഈ ഒരൊറ്റ മത്സരം മതി ഈ ലോകകപ്പിൽ പങ്കെടുക്കുന്ന മറ്റു വമ്പൻ ടീമുകളുടെ എല്ലാം നെഞ്ചിടിപ്പ് കൂട്ടാൻ. കാരണം ഇത് വെറും ഒരു വിജയമല്ല, മറിച്ച് കിരീടം സ്വന്തമാക്കാൻ ഉറച്ചുകൊണ്ടുവന്നിരിക്കുന്ന ഇന്ത്യൻ യുവനിരയുടെ ലോകത്തിന് നേരെയുള്ള ഒരു സിംഹഗർജനമാണ്.
സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റന്റെ കൂസലില്ലായ്മയും യാതൊരു ഭയവുമില്ലാതെ എതിരാളികളെ അടിച്ചൊതുക്കുന്ന ഇഷാൻ കിഷന്റെയും സഞ്ജുവിന്റെയും അഭിഷേക് ശർമ്മയുടെയും ബാറ്റിംഗ് കൊടുങ്കാറ്റും അതിനെല്ലാം പുറമെ വിക്കറ്റിനു പിന്നിൽ അതിസൂക്ഷ്മമായ തന്ത്രങ്ങൾ മെനയാൻ ബുദ്ധിരാക്ഷസനായ നമ്മുടെ സ്വന്തം സഞ്ജു സാംസണും കൂടിയുള്ളപ്പോൾ ഒരു കാര്യം നമുക്ക് 100% ഉറപ്പിച്ചു പറയാം. ഈ T20 ലോകകപ്പ് ആര് വിചാരിച്ചാലും നമ്മളിൽ നിന്നും തട്ടിയെടുക്കാൻ കഴിയില്ല. ഈ കപ്പ് ഇത്തവണ നമ്മൾ ഇന്ത്യക്കാർ തന്നെ സ്വന്തമാക്കും. ഈ നീലപ്പടയുടെ പടയോട്ടത്തെ തടഞ്ഞു നിർത്താൻ ഇന്ന് ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല എന്ന് പാകിസ്ഥാനെതിരെയുള്ള ഈ ഒറ്റ മത്സരത്തോടെ തെളിഞ്ഞിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, വീഡിയോ അവസാനിക്കുന്നതിന് മുൻപായി നിങ്ങളോട് 2 കാര്യങ്ങൾ. ഈ ലോകകപ്പിൽ വമ്പൻ ഫോമിൽ കളിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ ഈ കുതിപ്പിന് കടിഞ്ഞാനിടാൻ ലോകത്ത് മറ്റേതെങ്കിലും ടീമിന് സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കൂടാതെ ഇത്തവണത്തെ T20 ലോകകപ്പിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച താരം ആരായിരിക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.